നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. എല്ലാം പറഞ്ഞ പടിയിറക്കം. പോലീസിൽ കൂടുതൽ ക്രിമിനലുകൾ IPS തലത്തിൽ നിന്ന് തുറന്നടിച്ച സെൻകുമാർ. സേനയ്ക്കുള്ള ഭീഷണി അകത്തുനിന്നു തന്നെ. ക്രിമിനൽ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥരാണ് കുഴപ്പമുണ്ടാക്കുന്നതെന്നും ഇന്ന് സ്ഥാനമൊഴിയുന്ന പോലീസ് മേധാവിയുടെ തുറന്നു പറച്ചിൽ. ക്രിമിനൽ വൽക്കരണത്തിനെതിരെ പ്രവർത്തനം തുടരുമെന്നും TP സെൻകുമാർ. രാഷ്ട്രീയ നിഷ്പക്ഷത പാലിക്കാത്ത ഉദ്യോഗസ്ഥർ പോലീസിൽ വേണ്ടത്രയുണ്ട്. പോലീസുകാർ ആദ്യം നിയമം പാലിക്കണമെന്നും സേനയിൽ മാത്രം ജോലി ചെയ്താൽ കൂപമണ്ഡൂകങ്ങളായി മാറുമെന്നും സെൻകുമാർ. പോലീസ് മേധാവിയായുള്ള രണ്ടാം വരവിൽ മുഖ്യമന്ത്രിയുടെ പൂർണ്ണ സഹകരണം ലഭിച്ചതായും വിടവാങ്ങൽ പ്രസംഗത്തിൽ DGP. അതിനിടെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണത്തിൽ വിയോജിപ്പ് പരസ്യമാക്കി DGPയുടെ സർക്കുലർ. അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് രൂക്ഷ വിമർശനം. അന്വേഷണത്തിന് ചുമതലപ്പെട്ടവർ പല കാര്യവും അറിയുന്നില്ലെന്നും വേണ്ടത് പ്രൊഫഷണൽ രീതിയിലുള്ള അന്വേഷണമെന്നും സർക്കുലറിൽ നിർദ്ദേശം. കാത്തിരിക്കുന്ന കുരുക്കുകൾ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ്. ദിലീപിന്റെയും നാദിർഷയുടെയും മൊഴികളിൽ കൂടുതൽ വ്യക്തത തേടിയുള്ള ചോദ്യം ചെയ്യൽ സിനിമാ രംഗത്തെ പ്രമുഖരിലേക്കും. ഇരുവരുടെയും മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിച്ച് വേണ്ടി വന്നാൽ വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനം. കേസിൽ മുഖ്യപ്രതി പൾസർ സുനി വെളിപ്പെടുത്തിയ വിവരങ്ങൾ പലതും വിശ്വസനീയമായി കരുതാമെന്ന് അന്വേഷണ സംഘം. നടിയെ ആക്രമിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമം ആരംഭിച്ചത് 4 വർഷം മുമ്പെന്ന് സുനി. സമാന രീതിയിൽ ഇയാൾ മറ്റു ചില നടിമാരെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവങ്ങളും വിശദമായി അന്വേഷിക്കും. ആസൂത്രണം ചെയ്ത രീതിയിൽ കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ കൊട്ടേഷൻ നൽകിയ വ്യക്തിക്ക് 62 കോടിയുടെ ലാഭമുണ്ടാകുമായിരുന്നെന്ന് സുനിയുടെ മൊഴി. ഇതു സംബന്ധിച്ച് നടിയുടെ മൊഴിയും രേഖപ്പെടുത്തിയ പോലീസ് ഇവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കും. അതേസമയം ഇത്തരം വിഷയങ്ങളിൽ ദിലീപും നാദിർഷയും നൽകിയ മൊഴികൾ വ്യത്യസ്തമെന്ന് വിവരം. അതിനിടെ ദിലീപിനെ ചോദ്യം ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ നടി മഞ്ജു വാര്യരുമായി ADGP B സന്ധ്യ കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ട്. മഞ്ജുവിൽ നിന്ന് ചോദിച്ചറിഞ്ഞത് ദിലീപിന്റെ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചും വ്യക്തിബന്ധങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ. ഈ സൂചനകൾ ആധാരമാക്കിയായിരുന്നു ദിലീപിനെ ചോദ്യം ചെയ്യൽ. അമ്മത്തണൽ ആർക്കൊപ്പം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ഗൂഢാലോചന വിവാദം കേരളം മുഴുവൻ ചർച്ചയാകുമ്പോഴും താരസംഘടന സ്വീകരിക്കുന്ന തണുപ്പൻ നിലപാടിൽ സിനിമാ രംഗത്ത് തന്നെ ഭിന്നാഭിപ്രായം. നടിക്കെതിരായ അപകീർത്തി പരാമർശത്തിൽ വനിതാ കമ്മീഷന് പരാതി നൽകി സിനിമയിലെ വനിതാ കൂട്ടായ്മ. നടിക്ക് നിയമപരിരക്ഷ നൽകുമെന്നും വിമൻ ഇൻ സിനിമ കളക്ടീവ്. കൊച്ചിയിൽ ഇന്നലെ ചേർന്ന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തതെന്നും ഇല്ലെന്നും വാദം. യോഗത്തിൽ ആരും ഈ വിഷയം ഉന്നയിച്ചില്ലെന്നും വിവാദങ്ങളിൽ ഉൾപ്പെട്ട 2 പേരും അമ്മയുടെ മക്കളെന്നും ഇന്നസെന്റ്. ഇക്കാര്യത്തിൽ ജാഥയോ സത്യഗ്രഹമോ വേണമെന്ന് തോന്നുന്നില്ലെന്നും അമ്മ അധ്യക്ഷൻ. അതേസമയം വിമൻ ഇൻ സിനിമ കളക്ടീവ് വനിതാ കമ്മീഷന് നൽകിയ പരാതിയിൽ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. നടിക്കും വനിതാ കൂട്ടായ്മയ്ക്കും താരസംഘടന എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏക നികുതിയുടെ കാഹളം. ചരിത്രം എഴുതുന്ന നികുതി വിപ്ലവത്തിലേക്ക് ചുവടുവെച്ച് രാജ്യം. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമായ GST നിലവിൽ വരുന്നത് ഇന്ന് അർദ്ധരാത്രി. GSTയിൽ ഉൾപ്പെട്ട 80% ഉൽപ്പന്നങ്ങൾക്കും വില കുറയുമെന്ന പ്രതീക്ഷയിൽ സാധാരണക്കാർ. അവശ്യ സാധനങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങളും നികുതിക്ക് പുറത്ത്. രാജ്യത്ത് ഏക നികുതി സമ്പ്രദായം നിലവിൽ വരുന്നതോടെ ഇല്ലാതാകുന്നത് സംസ്ഥാനങ്ങൾ ഈടാക്കിയിരുന്ന VAT ഉൾപ്പെടെയുള്ള 6 തരം നികുതികളും കേന്ദ്ര എക്സൈസ്, കസ്റ്റംസ്, വിൽപ്പന നികുതികളും. GST ബിൽ പാസാക്കാത്ത ഏക സംസ്ഥാനമായി ജമ്മു കാശ്മീർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.